ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പനീറിന്റെ റോസ്റ്റ് ആണ്. പനീർ റോസ്റ്റും പിന്നെ നാടൻ ചിക്കൻ ഗ്രേവിയാണ്. ഇത് ഇൻസ്റ്റായിൽ വൈറലായ ഒരു ചിക്കൻ ഗ്രേവി, നല്ല അടിപൊളി ചിക്കൻ ഗ്രേവിയാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, അപ്പൊ നേരെ തന്നെ നമുക്ക് റെസിപ്പി കാണാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പനീറിന്റെ റെസിപ്പി കാണാം. അപ്പൊ പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ് ഷേപ്പായിട്ട് കട്ട് ചെയ്യുക. അതിലോട്ടേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനെ പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നതിന് ശേഷം നമുക്ക് ഒരു പാനിലോട്ടേക്ക് ബട്ടർ മസ്റ്റാണ്. ഇതിന്റെ ടേസ്റ്റ് കൂടാൻ ബട്ടറാണ് ബെസ്റ്റ് കേട്ടോ. ബട്ടറിലോട്ടേക്ക് ഈ പനീർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതേ പാനിലോട്ടേക്ക് തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു വലിയ സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഈ പനീറെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ സോസോ ചില്ലി സോസോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയാണ്. ഇത് ഇൻസ്റ്റയിൽ വൈറലായിട്ട് ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് നിങ്ങളുമായി ഷെയർ ചെയ്യണം. അപ്പൊ ചിക്കന് നേരത്തെ മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇനി 4 വലിയ സവാള അരിഞ്ഞത്, പിന്നെ തക്കാളി ഒരു 5 എണ്ണം ആയിക്കോട്ടെ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളക് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ചതച്ചിടാനാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് ഇടാനും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാനും വേണ്ടിയാണ്. അപ്പോൾ ഇനി അങ്ങ് തുടങ്ങാം. പിന്നെ ഈ ചിക്കനിലോട്ടേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ട് ഒന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം വലിയ ജീരകം, പെരിഞ്ജീരകം, പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ ചെറിയ ഉള്ളി, ഒരു 6-7 ആയിക്കോട്ടെ ചെറിയ ഉള്ളി, ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ചൂടാകണം കേട്ടോ. ഇപ്പൊ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായിട്ട് എടുത്താൽ മതി. പിന്നെ കരിവേപ്പില, പുതിനയില, പിന്നെ പച്ചമുളക് അരിഞ്ഞത്, അത് 3 കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഒരു മണം വരാൻ തുടങ്ങി കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അതിന്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്തായാലും പച്ചമണക്കം ഒന്ന് മാറി കിട്ടിക്കോട്ടെ. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ വഴറ്റണം. ഗ്രേവിക്ക് നല്ല പോലെ ഉള്ളി, തക്കാളിയൊക്കെ നല്ല പോലെ വഴറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും ചിക്കൻ ഗ്രേവിക്ക് നല്ല ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എന്തിനാണ് ഇടുന്നത് വെച്ചാൽ വേഗം ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഞാൻ ഉള്ളിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെളുത്തിരിക്കില്ല. കുറച്ച് ബ്രൗണും കുറച്ച് മഞ്ഞയൊക്കെ ആയ കളറാവുമ്പോൾ ചിക്കൻ കറി കാണാൻ നല്ല രസമല്ലേ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് ക്രഷ് ചെയ്തതാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി. ഈ കറിക്ക് ചിക്കൻ മസാല ചേർക്കുന്നില്ല, പകരം വേറൊരു മസാലയാണ്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തക്കാളി, അപ്പൊ അതിങ്ങനെ ജ്യൂസി ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാത്തിൻ്റെയും പച്ചമണം, പച്ചച്ചുവയൊക്കെ മാറിക്കിട്ടണം. ഇനി ചിക്കൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ മസാല പിടിപ്പിച്ചൊക്കെ വെച്ചതുകൊണ്ട് നല്ല പോലെ പിടിച്ചിട്ടുണ്ട് ചിക്കനൊക്കെ. അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി ചിക്കനിൽ തന്നെ കുറെ വെള്ളം വരുമല്ലോ. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവട്ടെ. ഇനി ഒന്ന് തുറന്ന് നോക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ചിക്കനിന് ഇനിയും വെള്ളം വരും. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ.
ഇനി അടുത്തത് ഒരു മസാലക്കൂട്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, പെരിഞ്ജീരകം, അങ്ങനെ സ്പൈസസ് എല്ലാം ഉള്ളത് ഇങ്ങനെ നമുക്ക് വറുത്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരു മോരുകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക്, ജീരകം, പച്ചമുളക്, പിന്നെ ഇഞ്ചി ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തത്, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് സ്കിപ്പായി പോയിട്ടോ. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലോട്ടേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണാന്നേ. ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറിവേപ്പില ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നേരത്തെ മോരൊക്കെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടിയോ ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എളുപ്പമല്ലേ മോര് കറിയൊക്കെ ഉണ്ടാക്കാൻ? എത്ര എളുപ്പമാണെന്നറിയോ? സിമ്പിൾ. അതിൻ്റെ ഇടയിൽ കൂടെ അത് ഉണ്ടാക്കിയെടുത്തു. കണ്ട, ഇതിന്ന് ചിക്കനിന് തന്നെ നല്ല പോലെ നീര് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ വറുത്തുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ പൊടി ഇങ്ങനെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഒരു മണം വരാൻ തുടങ്ങി, ബിരിയാണീൻ്റെ മണം പോലെ ഇരിക്കുന്നു. പിന്നെ ഈ സമയത്ത് തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ആ മസാലയൊക്കെ ഇട്ട് കൊടുത്തതല്ലേ, പിന്നീട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചിക്കന് നല്ല സെറ്റായി വരണം. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതേപോലെ തന്നെ വെക്കുക. അപ്പോൾ എന്താണ്, ചാറും കുറുകി വരും. പിന്നെ മസാലയും പിടിച്ചുണ്ടാവും ചിക്കനിന് കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ ചിക്കൻ ഗ്രേവി ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി വാങ്ങാവുന്ന നേരത്ത് മല്ലിയില ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഓറിഗാനോ വേണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ആ റെസിപ്പിയിൽ കണ്ടത് ഓറിഗാനോ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ മല്ലിയിലയാണ് ചേർത്തത് കേട്ടോ. പിന്നെ ഉള്ളി ഇങ്ങനെ കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഉള്ളിയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തേങ്ങാക്കൊത്തും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങാക്കൊത്ത്, അതേപോലെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ തന്നെ ഇടണമായിരുന്നു. ഞാൻ ഈ ചിക്കൻ ഗ്രേവി ആയി കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുമ്പോൾ തേങ്ങാക്കൊത്ത് കുറച്ചും കൂടി വേണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, റാഗിയുടെ ഇടിയാപ്പ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ കായ്ത്തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ കയറി കാണുക. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോയുമായി കാണാം. ബൈ ബൈ.